പിണറായിയുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ഹിന്ദുക്കളോടുള്ള വിരോധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഭരണത്തിലേറി നാളുകൾക്കുള്ളിൽ തന്നെ സുപ്രീം കോടതിയുടെ ഉത്തരവ് കയ്യിൽ പിടിച്ച് ശബരിമലയിൽ യുവതികളെ കയറ്റി ആചാരലംഘനം നടത്തി. ആചാരലംഘനം എതിർത്ത് സമരം ചെയ്ത പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തരെ കണ്ണിൽ ചോരയില്ലാതെ പിണറായി പോലീസ് ക്രൂരമായി തല്ലിച്ചതച്ചു. ആ മുറിവുണങ്ങും മുൻപേയാണ് തൃശൂരിൽ പിണറായിയുടെ പ്രകടനം. കുടമാറ്റ ചടങ്ങിൽ അയോധ്യയും രാമരൂപവും കണ്ടതോടെ ഹാലിളകിയ പിണറായി പോലീസ് തൃശൂർ പൂരം അലങ്കോലമാക്കി. രാത്രി പൂരത്തിനിടെ പോലീസിന്റെ ബലപ്രയോഗം വിട്ടതോടെ തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചു. അലങ്കാര പന്തലിലെ ലൈറ്റുകൾ അണച്ച് പ്രതിഷേധം അറിയിച്ചു. പിന്നീട് പുലർച്ചെ 5:30 തിരുവമ്പാടി വിഭാഗം ലൈറ്റുകൾ തെളിച്ചത്. വെടിക്കെട്ട് ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ പോലീസ് ആളുകളെ തടഞ്ഞു. രാത്രിയിൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നതിനിടെ ബാരിക്കേഡ് വെച്ച് എഴുന്നള്ളിപ്പ് തടഞ്ഞു. ആനകളും പൂരപ്രേമികളും മടങ്ങി. സംഘാടകർക്കും ആഘോഷ കമ്മിറ്റിക്കും കളക്ടർ നൽകിയ ഉറപ്പിൽ വെടിക്കെട്ട് നടത്താൻ തീരുമാനമായി. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ സ്വരാജ് റൗണ്ടിലേക്കുള്ള എല്ലാ വഴികളും പോലീസ് അടച്ചു. രാത്രി എഴുന്നള്ളിപ്പ് നിർത്തിവെക്കേണ്ടി വന്നു. വെടിക്കെട്ട് സ്ഥലത്ത് നിന്ന് പൂരക്കമ്മിറ്റിക്കാരെ മാറ്റണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം. 175 പേർക്ക് മാത്രം പ്രവേശനമെന്ന അപ്രായോഗിക തീരുമാനവും പോലീസ് കൈക്കൊണ്ടു. പൂരത്തിന് ഭംഗം വരുത്തിയതിനു പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ടെന്നും അത് അന്വേഷിച്ച് കണ്ടെത്തണമെന്നും തൃശൂർ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. പ്രതിഷേധം കടുത്തപ്പോൾ പിണറായി തൃശൂർ കമ്മീഷണറെയും ACPയെയും സ്ഥലം മാറ്റി. പിണറായി സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധം ഇരമ്പുകയാണ്.